ആനയെ പിടിക്കാനുള്ള ഇന്നത്തെ ദൗത്യം പുലർച്ചെ 5:30 മണിയോടെ തുടങ്ങിയിട്ടുണ്ട്. കേരള കർണാടക സംയുക്ത സംഘമാണ് ഇന്നിപ്പോൾ ഈ ദൗത്യത്തിൽ പങ്കാളികളാകുന്നത്. ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറിയ ദൗത്യ സംഘത്തിനൊപ്പം ചേരും. പനവല്ലി എമ്മാടി പ്രദേശത്താണ് ആന ഇപ്പോഴുള്ളത്. ഇർഫാൻ ഉണ്ട് നമ്മളോടൊപ്പം വിവരങ്ങളുമായി. നോക്കാം ഇന്നത്തെ ദൗത്യം എങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്നതെന്ന്. ഇർഫാൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. ഇർഫാൻ, കുറേ ദിവസമായി ഇർഫാൻ കാട് കയറിയിട്ടല്ലേ? പാലക്കാട് നിന്ന് വയനാട് വരുമ്പോൾ 2 ദിവസത്തേക്ക് എന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചത്. പക്ഷേ ഈ 5 ദിവസം ഇപ്പോഴും ഇന്നിപ്പോൾ 6ാം ദിവസമാണ് ദൗത്യത്തിൻ്റെ. ഇതുവരെയും നമുക്ക് ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നല്ലാതെ നമുക്ക് തന്നെ പറയേണ്ടി വരും. കാരണം മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ ദൗത്യത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമുക്ക് ഇതുവരെയും ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നതിലുപരിയായി ആനയെ മയക്കുവെടി വെക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. നടന്നിരുന്നു. ഇന്ന് എടുത്തു പറയേണ്ട നമ്മുടെ ദൗത്യ സംഘം നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളിയും തടസ്സവും എന്താണ്? മക്നയെ ഒറ്റയ്ക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട തടസ്സം. ഇന്നലെ പുലർച്ചയോടുകൂടി മക്നയ്ക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു മോഴയാന ഉണ്ടായിരുന്നു. ആ ആനയെ ഇന്നലെ പുലർച്ചയോടുകൂടി കണ്ടിരുന്നില്ല എങ്കിലും ഉച്ചയ്ക്ക് ശേഷം അവൻ തിരിച്ച് മക്നയ്ക്കൊപ്പം ജോയിൻ ചെയ്തു. ഏതായാലും അതുതന്നെയാണ് പ്രധാന വെല്ലുവിളിയിൽ ഒന്ന്. ഇപ്പോഴും ആ മോഴയാനയുടെ സാന്നിധ്യം മക്നയ്ക്കൊപ്പം ഉണ്ട് എന്നുള്ളതാണ് പ്രധാന വെല്ലുവിളിയിൽ ഒന്ന്. രണ്ടാമത്തത്, ഈ കുറ്റിക്കാടുകൾ നിറഞ്ഞ പ്രദേശമാണ് ഈ പനവല്ലി, അതോടൊപ്പം തന്നെ ഈ തിരുനെല്ലി കാടുകൾ. അതുകൊണ്ട് തന്നെ ഈ കുറ്റിക്കാട് നിറഞ്ഞ എത്തിച്ചിട്ട് വേണം അവനെ വെടിവെക്കാനായിട്ട്. അതും ഇതുവരെ സാധിച്ചിട്ടില്ല. പലതവണ പുറത്തെത്തിച്ചെങ്കിലും വെടിവെക്കാനുണ്ടായ സാഹചര്യം ഉണ്ടായിരുന്നില്ല. കാരണം മോഴയാന സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇന്നലെ മോഴയാന ഇല്ലാത്ത സമയത്ത് 2 തവണ അതിന് ശ്രമം നടത്തിയെങ്കിലും അതും വിപുലമായി എന്ന് നമുക്ക് പറയാൻ കഴിയും. മാത്രമല്ല, ഇന്ന് എടുത്തു പറയേണ്ട കാര്യം, കർണാടക CCFിൻ്റെ നേതൃത്വത്തിലും അതോടൊപ്പം ബന്ദിപ്പൂർ CFിൻ്റെ നേതൃത്വത്തിലും 2 സംഘങ്ങളായി തിരിഞ്ഞ് 25 അംഗ കർണാടക വനം വകുപ്പിൻ്റെ സംഘം ഇപ്പോഴും വെടിയൊച്ച കേൾക്കുന്നുണ്ട്. ആനയെ തുരത്താനുള്ള വെടിയൊച്ചയാണ് ഇപ്പോഴും കേൾക്കുന്നത്. മാത്രമല്ല, പ്രദേശത്ത് മറ്റ് വന്യജീവികളുടെ ഒരു സാന്നിധ്യം കൂടിയുണ്ട്. കാട്ടുപോത്തിലെ കാട്ടിയും അതോടൊപ്പം തന്നെ പുലിയും കടുവയൊക്കെ ഉള്ള ഒരു പ്രദേശം തന്നെയാണ്. വന്യജീവികൾ ഏറെയുള്ള ഒരു വനം തന്നെയാണ്. ഇപ്പോഴും എനിക്ക് നിൽക്കുമ്പോഴും പലതവണ വെടിവെച്ചുകൾ കേൾക്കാം. ഇതെല്ലാം ഈ ആനയെ തുരത്താനുള്ള വെടിവെച്ചുകൾ തന്നെയാണ്. ആനയെ തുരത്തി കുങ്കിയാനകളുടെ സഹായത്തോടു കൂടി തന്നെ അവനെ തുറസായ സ്ഥലത്ത് എത്തിക്കുക എന്നുള്ളതാണ്. കാരണം മറ്റൊരു സ്ട്രാറ്റജി, വ്യത്യസ്തമായൊരു സ്ട്രാറ്റജിയാണ്. കുങ്കിയാനയുടെ മണം പിടിക്കുമ്പോൾ തന്നെ, ആന ചൂരടിക്കുമ്പോൾ തന്നെ മക്നയും അതോടൊപ്പം തന്നെ കൂടെയുള്ള മോടയാനയും കൂടുതൽ പ്രദേശത്തേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കുറ്റിക്കാടുകളുടെ ഇടയിലൂടെ ഈ കുങ്കിയാനകളെ കടത്തിവിട്ടുകൊണ്ട് ഈ 2 ആനകളെയും മോഴയെയും അതോടൊപ്പം തന്നെ മക്നയെയും തുറസായ സ്ഥലത്തെത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മൾ ഇന്നലെ നമ്മുടെ ലൈവിലൊക്കെ കുങ്കിയാനകളെ ദൃശ്യങ്ങളൊക്കെ നൽകിയിരുന്നു. അവരും വലിയ ആവേശത്തോടെ തന്നെയാണ്. കോന്നി സുരേന്ദ്രനും ഭരതും സൂര്യയും വിക്രമും 4 കുങ്കിയാനകളാണ്, പേരുകേട്ട 4 കുങ്കിയാനകളാണ്. ഈ 6ാം ദിവസത്തേക്ക് ദൗത്യം കടക്കുമ്പോഴും കർണാടക ദൗത്യ സംഘത്തിൽ ഉള്ള മുമ്പ് ഇവനെ മക്നയെ പിടിച്ചു കെട്ടിയ ആ സംഘാംഗങ്ങൾ ഉൾപ്പെടെ ഈ സംഘത്തിലുമുണ്ട് എന്നുള്ളതാണ് വലിയൊരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇവൻ്റെ ചലനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയാവുന്ന ആളുകൾ തന്നെയാണ് ഇപ്പോൾ കർണാടകത്തിൽ നിന്ന് എത്തിയിട്ടുള്ളത്. ബന്ദിപ്പൂർ CF ഡോക്ടർ ദിനേശ് കുമാറിൻ്റെ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിന് നേതൃത്വം നൽകുന്ന ഒരു സംഘത്തിലുണ്ട്. കർണാടക CCFിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇത് വിലയിരുത്താനും ഇതിന് ആക്ഷനിൽ പങ്കെടുക്കാനുമായി എത്തിയിട്ടുണ്ട്. ഡോക്ടർ അരുൺ സക്കറിയ 200 അംഗ സംഘത്തിന്റെ കൂടെ ഇന്ന് അങ്ങനെ കേൾക്കുന്നല്ലോ. ഞാൻ അതിലേക്ക് വരികയായിരുന്നു. ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഇന്ന് എത്തുന്നുണ്ട്. കാരണം വിദഗ്ധരായ ആളുകളെ കൂടുതലായി എത്തിച്ചുകൊണ്ട് 6ാം ദിവസം നീട്ടിക്കൊണ്ടു പോകാതെ ഇന്ന് തന്നെ മയക്കുവെടി വെച്ച് മുത്തങ്ങ ക്യാമ്പിലേക്ക് മാറ്റാനുള്ള ഊർജിത ശ്രമങ്ങളാണ് നടക്കുന്നത്. ഏതായാലും ഇന്ന് മയക്കുവെടി വെച്ച് മുത്തങ്ങ ക്യാമ്പിലേക്ക് മാറ്റിയതിന് ശേഷം എനിക്കും ക്യാമറാമാനും വീട്ടിലേക്ക് പോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ മാത്രമല്ല, എല്ലാ ആളുകളും, പല മാധ്യമപ്രവർത്തകരും ഇവിടെ തന്നെ തമ്പടിച്ചിരിക്കുകയാണ്. ഈ ദൗത്യം വിജയം കണ്ടതിന് ശേഷം മാത്രമേ ഞങ്ങൾ കാടിറങ്ങൂ എന്നൊരു ദൃഢനിശ്ചയത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് മയക്കുവെടി വെക്കാനുള്ള ഊർജ്ജ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരി, ഏതായാലും കാട്ടിൽ തന്നെ തുടരുക. നമുക്ക് മയക്കുവെടിയൊക്കെ വെച്ച് ആനയെ കാടിറങ്ങിയ ശേഷം പോകാം, പോരെ? മതി, അതേ അങ്ങനെ ഇനി പോകുന്നുള്ളൂ. ഏതായാലും പുലി ഉള്ള